PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന LDC, LGS പരീക്ഷകൾക്കായുള്ള സിലബസ് പ്രകാരമുള്ള ഫ്രീ ക്ലാസ്സുകളാണ് ഈ ചാനലിലൂടെ നൽകി വരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇതോടുകൂടി കേരളത്തിലെ ആരോഗ്യക്ഷേമ പദ്ധതികളിൽ നിന്നുള്ള ചോദ്യങ്ങളൊന്നും തന്നെ നമുക്ക് മിസ്സാവുകയില്ല. അപ്പോൾ സമയം വൈകിക്കാതെ നമുക്ക് പാഠഭാഗത്തിലേക്ക് പോകാം. കുട്ടികൾക്കായുള്ള പ്രധാനപ്പെട്ട പദ്ധതികളും അതുപോലെ മറ്റു ചില പ്രധാനപ്പെട്ടവയും നമ്മൾ നേരത്തെ ഒന്നാം ഭാഗത്തിൽ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ നമ്മളിപ്പോൾ വയോജനങ്ങൾക്കായുള്ള പദ്ധതികളിൽ നിന്നാണ് തുടങ്ങുന്നത്. ആദ്യ ഭാഗത്തിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഒരേപോലെ തോന്നിക്കുന്ന പദ്ധതികളെല്ലാം ഒന്നിച്ച് ചേർത്ത് വെച്ച് കുറച്ച് പദ്ധതികൾ പഠിച്ച ശേഷം അവയെ റിവിഷൻ ചെയ്ത് അത്തരത്തിൽ നമുക്ക് മുന്നോട്ട് പോവാം. ഇനി ഇവിടെ നോക്കൂ, 3 പദ്ധതികൾ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. വയോമിത്രം, വയോമധുരം, വയോ അമൃതം. ഇനി ഒന്നുകൂടി ഉണ്ട് വയോരക്ഷ, അത് നമ്മൾ ഉടനെ പഠിക്കും. ആദ്യം നമുക്കിവ 3 എന്താണെന്ന് നോക്കാം. ആദ്യം വയോമിത്രം. എന്താണ് വയോമിത്രം? കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ 14 ജില്ലകളിലെയും മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന മുനിസിപ്പാലിറ്റികളിലെയും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്ക് ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്നതിന് വേണ്ടി തുടങ്ങിയ പദ്ധതിയാണ് വയോമിത്രം പദ്ധതി. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്കുള്ള ആരോഗ്യ പരിരക്ഷ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് വയോമിത്രം പദ്ധതി. ഇനി എന്താണ് വയോമധുരം? മധുരവും പ്രമേഹവും ഗ്ലൂക്കോമീറ്ററും ആയിട്ട് കണക്ട് ചെയ്താൽ മതി. ഇതിന് ഉത്തരമായി. BPL വിഭാഗത്തിൽപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി വിതരണം ചെയ്യുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് വയോമധുരം. അപ്പോൾ വ്യക്തമായല്ലോ, BPL വിഭാഗത്തിൽപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. അടുത്തത് വയോ അമൃതം പദ്ധതിയാണ്. വിവിധ ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അന്തേവാസികളുടെ ചികിത്സയ്ക്കായിട്ട് വൃദ്ധസദനങ്ങളിൽ ആരംഭിച്ച പദ്ധതിയാണ് വയോ അമൃതം. സാമൂഹ്യനീതി വകുപ്പ് ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിൻ്റെ പിന്തുണയോടെയാണ് ഈ ഒരു പദ്ധതി ആവിഷ്കരിച്ചത്. ഇവിടെ പ്രമേഹം, ആസ്മ, ത്വക്ക് രോഗങ്ങൾ, സന്ധിവാത ചികിത്സകൾ, കണ്ണ്, ചെവി എന്നിവയിൽ വരുന്ന രോഗങ്ങൾ, ഇവയ്ക്കൊക്കെയുള്ള ചികിത്സ കൊടുക്കാറുണ്ട്. അപ്പോൾ വയോ അമൃതം ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അന്തേവാസികൾക്ക് വൃദ്ധസദനങ്ങളിൽ ചികിത്സയ്ക്കായി ഒരുക്കിയ പദ്ധതിയാണ് വയോ അമൃതം പദ്ധതി. പേരിനോട് സാമ്യതയുള്ള 4ാമത്തെ പദ്ധതിയാണ് വയോരക്ഷ. അപ്പോൾ എന്താണ് വയോരക്ഷ? പ്രതിസന്ധി ഘട്ടങ്ങളിൽ മുതിർന്ന പൗരന്മാർ നേരിടുന്ന പ്രശ്നങ്ങളും പരാതികളും ഇവ പരിഹരിക്കുന്നതിനും അതുപോലെ അവശത അനുഭവിക്കുന്നവർക്കും അധസ്ഥിതരായ വൃദ്ധർക്കും അടിയന്തര സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെയും കൂടി ആരംഭിച്ച സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് വയോരക്ഷ. വയോജനങ്ങളെ രക്ഷിക്കുക എന്നൊരർത്ഥം കാണാവുന്നതാണ്. മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനും അടിയന്തര വൈദ്യസഹായം എത്തിക്കുന്നതിനുമായിട്ടുള്ള പദ്ധതിയാണ് വയോരക്ഷ. ഇനി മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി പല്ല് നൽകുന്ന ഒരു പദ്ധതിയുണ്ട്, മന്ദഹാസം പദ്ധതി. പേര് പോലെ തന്നെ ഒന്ന് കണക്ട് ചെയ്ത് ആലോചിച്ചാൽ മതി. മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി പല്ല് നൽകുന്ന സാമൂഹ്യനീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. നമ്മൾ മന്ദഹാസം പദ്ധതി നോക്കിയല്ലേ, കണക്ട് ചെയ്ത് തന്നെ മറ്റൊരു പദ്ധതി പഠിക്കാം. എന്താണ് സ്മൈൽ പദ്ധതി? റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് സ്മൈൽ പദ്ധതി. റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്നതിനായിട്ടുള്ള പദ്ധതി ഏതാണ്? സ്മൈൽ പദ്ധതി. റോഡപകടവുമായി ബന്ധപ്പെട്ട മറ്റൊരു പദ്ധതിയാണ് സോഫ്റ്റ്. ഇതും കേരള പോലീസിൻ്റെ പദ്ധതി തന്നെയാണ്. റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് പ്രാഥമിക ചികിത്സ നൽകി സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് സോഫ്റ്റ് പദ്ധതി. നമ്മൾ മനുഷ്യരുടെ ആരോഗ്യത്തോടൊപ്പം തന്നെ മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുന്നതിനുള്ള പദ്ധതിയാണ് വൺ ഹെൽത്ത് പദ്ധതി. എല്ലാവരുടെയും ആരോഗ്യം ഒന്നിച്ച് കണക്കാക്കി ഒന്നായി കാണുന്നു, വൺ ഹെൽത്ത് ഒന്നായി കാണുന്നു എന്ന് കരുതുകയാണെങ്കിൽ ഈ ഒരു പദ്ധതി എളുപ്പം ഓർത്തിരിക്കാൻ പറ്റും. മനുഷ്യരുടെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതിയുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുന്ന പദ്ധതിയാണ് വൺ ഹെൽത്ത് പദ്ധതി. അടുത്തത് ഭൂമിക പദ്ധതി.
ഭൂമിക, നിങ്ങളത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ചുവരുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും. ഭൂമിക എന്താണ്? ഭൂമിക ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്ക് ഇരയാവുന്നവർക്ക് വൈദ്യസഹായവും കൗൺസിലിങ്ങും നൽകുന്ന പദ്ധതിയാണ് ഭൂമിക. സർക്കാർ സ്ഥാപനങ്ങളിൽ ചെല്ലുമ്പോൾ, പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രികളിൽ ചെല്ലുന്ന സമയത്ത്, ഇപ്പോൾ OP ടിക്കറ്റൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിൽ ചുവരുകളിലേക്കൊന്ന് കണ്ണോടിക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ ഒരുവിധപ്പെട്ട പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെ അവിടെ ചുവരുകളിൽ വെച്ചിട്ടുണ്ടാവും. അതിൽ കൂടെ കണ്ണോടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് പഠിക്കുമ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ഓർമ്മ വരും. പരീക്ഷയ്ക്ക് ഉറപ്പായിട്ട് ഓർമ്മയുണ്ടാവും. നമ്മുടെ ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠന വിഷയമാക്കണം എന്നാണല്ലോ അറിവുള്ളവർ പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഭൂമിക പഠിക്കാം. ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കിരയാവുന്നവർക്ക് വൈദ്യസഹായവും കൗൺസിലിങ്ങും നൽകുന്ന പദ്ധതിയാണ് ഭൂമിക. അപ്പോൾ അടുത്തത് സമന്വയ. പഠനം തുടരാൻ കഴിയാത്ത ട്രാൻസ്ജെൻഡേഴ്സിന് പഠനം തുടരുന്നതിന് വേണ്ടി സഹായം നൽകുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കുടുംബത്തിലെ ഒരാൾക്ക് ജോലി നൽകുന്ന പദ്ധതിയാണ് സമന്വയ. ഇനി നിസർഗ എന്താണ്? ട്രാൻസ്ജെൻഡേഴ്സിന് ആവശ്യമായിട്ടുള്ള കൗൺസിലിംഗ് നൽകുക, അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകളും മറ്റ് സൗകര്യങ്ങളൊക്കെ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നിസർഗ. അപ്പോൾ ഭൂമിക പഠിച്ചല്ലോ. ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കിരയാവുന്നവർക്കുള്ള വൈദ്യസഹായവും കൗൺസിലിങ്ങുമാണ്. ട്രാൻസ്ജെൻഡേഴ്സിന് ആവശ്യമായിട്ടുള്ള കൗൺസിലിങ്ങും വൈദ്യസഹായവും നൽകുന്നത് നിസർഗയാണ്. നിസർഗ. ഇനി സമന്വയം എന്താണ്? ട്രാൻസ്ജെൻഡേഴ്സിന് പഠനം തുടരുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ജോലി നൽകുന്നതിന് വേണ്ടിയോ ആയിട്ടുള്ള പദ്ധതിയാണ് സമന്വയ. ഇനി യജ്ഞം പദ്ധതി. മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് പരീക്ഷാ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് യജ്ഞം പദ്ധതി. നമ്മൾ നേരത്തെ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് പരീക്ഷാ പരിശീലനത്തിന് വേണ്ടി ഒരു പദ്ധതി പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? ഓർമ്മയുണ്ടോ? ഓർത്തെടുക്കൂ കേട്ടോ. അതിനോടൊപ്പം തന്നെ പഠിക്കൂ യജ്ഞം പദ്ധതി. മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്ന ട്രാൻസ്ജെൻഡേഴ്സിന് പരീക്ഷാ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് യജ്ഞം. അപ്പോൾ നിർധനരായ ട്രാൻസ്ജെൻഡേഴ്സിന് തൊഴിൽ പരിശീലനം നൽകുന്നതിനുള്ള പദ്ധതി എന്താണ്? സാകല്യം പദ്ധതി കേട്ടോ. സാകല്യം പദ്ധതി നിർധനരായ ട്രാൻസ്ജെൻഡേഴ്സിന് തൊഴിൽ പരിശീലനം നൽകി അവരെ സ്വയം പര്യാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് സാകല്യം പദ്ധതി. നിർധനരായ ട്രാൻസ്ജെൻഡേഴ്സിന് തൊഴിൽ പരിശീലനം നൽകി അവരെ സ്വയം പര്യാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കൊണ്ടുവന്ന പദ്ധതിയാണ് സാകല്യം പദ്ധതി. ഇനി മൊത്തത്തിൽ ഒരു ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ശാക്തീകരണം എന്ന ലക്ഷ്യം കൊണ്ടുവന്ന പദ്ധതിയാണ് മഴവില്ല്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പദ്ധതിയാണ് മഴവില്ല്. അടുത്തത് അപ്പോൾ മറ്റൊരു ബോധവൽക്കരണം അല്ലെങ്കിൽ ശാക്തീകരണം നോക്കാം. എയ്ഡ്സ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? ആയുർദളം. ആയുർദളം. എയ്ഡ്സ് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട പദ്ധതി ആയുർദളം. ആയുർവേദവും ഇതുപോലെ ദളം എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ ഇതള്. അപ്പോൾ മുകുളം വരുന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നല്ലോ, ബാലമുകുളം. എന്തായിരുന്നു അത്? ആലോചിച്ച് വെക്കുക, ഒപ്പം പഠിക്കുക. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? യജ്ഞം പദ്ധതി എന്തിനായിരുന്നു? ട്രാൻസ്ജെൻഡേഴ്സിന് മത്സര പരീക്ഷകൾക്കുള്ള പരീക്ഷാ പരിശീലനം നൽകുന്നതിന്. സാകല്യം പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സിന് തൊഴിൽ പരിശീലനം നൽകുന്നതിന് വേണ്ടി, അവരെ സ്വയം പര്യാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ട്. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? മഴവില്ല്. ആയുർദളമോ? എയ്ഡ്സ് ബോധവൽക്കരണത്തിനായിട്ടുള്ള പദ്ധതിയാണ് ആയുർദളം. അപ്പോൾ നമ്മുടെ റിവിഷനുള്ള സമയമായിട്ടുണ്ട്. റിവിഷൻ എന്ന് പറഞ്ഞ് ഇവിടെ തന്നെ നമ്മളിത് പഠിച്ച് തീർക്കുക. ഇത് പഠിക്കാനായിട്ട് ഇനി വേറെ സമയമൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടുന്ന് തന്നെ പഠിച്ച് ഇത് നോക്കുക. നോക്കുന്നതിനൊപ്പം ഇത് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. ഈ പേര് കാണുമ്പോൾ നമുക്കത് ഓർമ്മ വരുന്നുണ്ടോ നോക്കുക. അങ്ങനെ 2-3 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നമുക്കിതെല്ലാം ഓർമ്മ വരും. എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ എലിമിനേറ്റ് ചെയ്യാനായിട്ടെങ്കിലും ഇവയെല്ലാം നമ്മളെ സഹായിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. വയോമിത്രം എന്തായിരുന്നു? 65 വയസ്സിന് മുകളിൽ പ്രായമുള്ള വയോജനങ്ങൾക്കുള്ള ആരോഗ്യ പരിരക്ഷ. എവിടെ താമസിക്കുന്നവരാണ്? കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും താമസിക്കുന്ന വയോജനങ്ങൾക്കുള്ളതാണ് കേട്ടോ വയോമിത്രം. വയോമധുരമോ? മധുരം പ്രമേഹമായിട്ട് കണക്ട് ചെയ്യുക, ഗ്ലൂക്കോമീറ്ററായിട്ട് കണക്ട് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞതാണ്. BPL വിഭാഗത്തിൽപ്പെടുന്ന മുതിർന്ന പൗരന്മാർക്ക് ഗ്ലൂക്കോമീറ്റർ സൗജന്യമായി നൽകുന്ന പദ്ധതിയാണ് വയോമധുരം. വയോ അമൃതം എന്താണ്? ആരോഗ്യ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന അന്തേവാസികളുടെ ചികിത്സയ്ക്കായിട്ടുള്ളതാണ് വയോ അമൃതം. അടുത്തത് എന്താണ്? വയോരക്ഷ. വയോരക്ഷ എന്തായിരുന്നു? മുതിർന്ന പൗരന്മാർ നേരിടുന്ന പരാതികളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിനും അടിയന്തര വൈദ്യസഹായം നൽകുന്നതിനും ഉള്ളതാണ് വയോരക്ഷ. അവരെ രക്ഷിക്കുകയാണ്.
അടുത്തത് മന്ദഹാസം പദ്ധതി. എന്താണ്? മുതിർന്ന പൗരന്മാർക്ക് സൗജന്യമായി പല്ല് നൽകുന്ന പദ്ധതിയാണ് മന്ദഹാസം. മന്ദഹാസത്തിനൊപ്പം നമ്മൾ പറഞ്ഞതാണ് സ്മൈൽ. എന്തായിരുന്നു? റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് അടിയന്തര ചികിത്സ നൽകുന്ന പദ്ധതി. ഒപ്പം നമ്മൾ പഠിച്ച ഇംഗ്ലീഷ് പേരാണ് സോഫ്റ്റ് പദ്ധതി. എന്താണ്? കേരള പോലീസിൻ്റെ തന്നെ പദ്ധതിയാണ്, നമ്മൾ പറഞ്ഞിരുന്നു. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്ക് പ്രാഥമിക ചികിത്സ സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ടുള്ള പ്രാഥമിക ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സോഫ്റ്റ് പദ്ധതി. അതുപോലെ നമ്മുടെ മനുഷ്യരോടൊപ്പം തന്നെ മൃഗങ്ങളെയും പരിസ്ഥിതിയെയും ഒന്നിച്ചു നിർത്തി രോഗപ്രതിരോധം കൈവരിക്കുന്ന പദ്ധതിയാണ് വൺ ഹെൽത്ത് പദ്ധതി. എല്ലാവരെയും ഒന്നായി കാണുക, വൺ ഹെൽത്ത് പദ്ധതി. അടുത്തത് ഭൂമികയാണ്. ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കിരയാവുന്നവർക്കുള്ള വൈദ്യസഹായവും കൗൺസിലിങ്ങും നൽകുന്ന പദ്ധതി. സർക്കാർ ആശുപത്രികളുടെ ചുവരുകളിൽ ഉണ്ടാവുന്ന ഞാൻ പറഞ്ഞ പദ്ധതിയാണ് ഭൂമിക. ലിംഗാധിഷ്ഠിത അതിക്രമങ്ങൾക്കിരയാവുന്നവർക്കുള്ള കൗൺസിലിങ്ങും വൈദ്യസഹായവും നൽകുന്ന പദ്ധതിയാണ്. ഇനി സമന്വയം എന്തായിരുന്നു? സമന്വയ ട്രാൻസ്ജെൻഡേഴ്സിന് പഠനം തുടരുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ജോലി നൽകുന്നതിന് വേണ്ടിയോ സമന്വയിപ്പിച്ച് കാണുന്ന അല്ലെങ്കിൽ സമന്വയ ആ ഒരു രീതിയിൽ ആലോചിക്കുക, സമന്വയ പദ്ധതി. നിസർഗ എന്തായിരുന്നു? ട്രാൻസ്ജെൻഡേഴ്സിന് ആവശ്യമായിട്ടുള്ള കൗൺസിലിങ്ങും ആവശ്യമായിട്ടുള്ള മരുന്നുകളും മറ്റു കാര്യങ്ങളും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് നിസർഗ. അടുത്തത് യജ്ഞം പദ്ധതി. ട്രാൻസ്ജെൻഡേഴ്സിന് മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് പരീക്ഷാ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് യജ്ഞം പദ്ധതി. സാകല്യം എന്താണ്? നിർധനരായ ട്രാൻസ്ജെൻഡേഴ്സിന് തൊഴിൽ പരിശീലനം നൽകുന്നതിനുള്ളതാണ്. പരീക്ഷാ പരിശീലനമാണ് യജ്ഞം, തൊഴിൽ പരിശീലനം സാകല്യം. ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് മഴവിൽ പദ്ധതി. ആയുർദളം എന്തായിരുന്നു? എയ്ഡ്സ് ബോധവൽക്കരണത്തിനെതിരായിട്ടുള്ള പദ്ധതിയാണ് ആയുർദളം. അപ്പോൾ ഇത്രയും പദ്ധതികൾ പഠിച്ചല്ലോ. അടുത്ത സെറ്റ് നോക്കാം. അടുത്തത് ഇൻസൈറ്റ് കേരള പദ്ധതിയാണ്. ഇൻസൈറ്റ് കേരള പദ്ധതി എന്ന് പറയുമ്പോൾ ഇൻസൈറ്റ് ഒരു ഉൾക്കാഴ്ച എന്നൊരർത്ഥം കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു പദ്ധതിയായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താണ് ഈ പദ്ധതി പറയുന്നതെന്ന് വെച്ചാൽ, കാഴ്ച വൈകല്യമുള്ളവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും വിഭിന്ന ശേഷിയുള്ളവരുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും ഇവർക്ക് സാങ്കേതിക വിദ്യ തടസ്സമില്ലാതെ ഉപയോഗിക്കുന്നതിനും വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് IT മിഷൻ സൊസൈറ്റി ഫോർ പ്രൊമോഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് കമ്പ്യൂട്ടർ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, അതായത് സ്പേസ്, ഇവരാണ് ഈ ഒരു പദ്ധതി കൊണ്ടുവന്നത്. ഇൻസൈറ്റ് കേരള പദ്ധതി. ഇൻസൈറ്റ് എന്ന് പറയുമ്പോൾ ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി കേരള സ്റ്റേറ്റ് IT മിഷൻ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഇൻസൈറ്റ് കേരള പദ്ധതി. ഇനി പറയുന്ന രണ്ട് പദ്ധതികൾ വളരെ പ്രധാനപ്പെട്ടവയാണ് അനുയാത്രയും പരിരക്ഷയും. ഒരുപാട് ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുള്ളൊരു പദ്ധതിയാണ് അനുയാത്ര എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അനുയാത്ര? കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക അല്ലെങ്കിൽ ഭിന്നശേഷി സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. എന്നാൽ ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായമെത്തിക്കുന്നതിനുള്ള സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് പരിരക്ഷ. ഇത് രണ്ടും കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ് അനുയാത്രയും പരിരക്ഷയും. ഇതിൽ അനുയാത്ര ഒരുപാട് തവണ ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി ഓർത്തിരിക്കുക. അനുയാത്ര കേരളത്തെ അംഗപരിമിത സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ്. പരിരക്ഷ എന്നാലോ ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായമെത്തിക്കുന്നതിനുള്ള പദ്ധതി. മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് സ്പെക്ട്രം. തെറ്റിപ്പോവാൻ സാധ്യതയുള്ളതും ചോദ്യപേപ്പറുകളിൽ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പദ്ധതി തന്നെയാണിത്. അപ്പോൾ സ്പെക്ട്രം എന്ന് പറയുമ്പോൾ ഓട്ടിസവുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർക്കുക കേട്ടോ. അപ്പോൾ എന്താണ് സ്പെക്ട്രം പദ്ധതി? ഓട്ടിസം ബാധിച്ച കുട്ടികളെ കണ്ടെത്തി അവർക്ക് ചികിത്സയും അതുപോലെ അവരിലെ കഴിവ് വളർത്തിയെടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് സ്പെക്ട്രം പദ്ധതി. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് സ്പെക്ട്രം. അടുത്തത്, ഇത് നമ്മൾ എന്തായാലും പത്രത്തിൽ കണ്ടിട്ടുള്ളൊരു പദ്ധതിയാണ് മെഡിസെപ്പ്. കേട്ടിട്ടുണ്ടല്ലോ അല്ലേ എല്ലാവരും? കേരള ഗവൺമെൻറ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. ഇന്നത്തെ പത്രത്തിലൊരു ന്യൂസ് ഉണ്ടായിരുന്നു, മെഡിസെപ്പ് നിർത്തലാക്കാൻ പോകുന്നു എന്ന് സർക്കാർ ഒരു ആലോചനയിലാണെന്ന്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്തിരുന്നാൽ മതി, സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരു അതൃപ്തി രൂക്ഷമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെഡിസെപ്പ് ആരോഗ്യ പദ്ധതി അല്ലെങ്കിൽ പരിരക്ഷാ പദ്ധതി നിർത്തലാക്കാൻ സർക്കാരിന് ആലോചനയുണ്ട് എന്ന് പത്രത്തിലുണ്ടായിരുന്നു. കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ എന്താണ് മെഡിസെപ്പ് മനസ്സിലായല്ലോ?
കേരള ഗവൺമെൻറ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയിട്ടുള്ള ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. ഇനി അതിനോടൊപ്പം തന്നെ ഓർത്തിരിക്കുക, സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷൻ ഒരു പേരുണ്ട്. എന്താണ്? സ്പാർക്ക്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷനാണ് സ്പാർക്ക്. ഇനി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് അപകട മരണ ഇൻഷുറൻസ് നടപ്പിലാക്കുന്ന പദ്ധതി എന്താണ്? ആവാസ് ഇൻഷുറൻസ്. പേര് വെച്ച് കണക്ട് ചെയ്യുക അല്ലേ. ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് അപകട മരണ ഇൻഷുറൻസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആവാസ് ഇൻഷുറൻസ്. ഇനി അമൃതം ആരോഗ്യം പദ്ധതിയാണ്. അമൃതം ആരോഗ്യം എന്ന് പറയുമ്പോൾ തന്നെ ജീവിതശൈലി രോഗങ്ങളെന്ന് ഓർത്ത് വയ്ക്കുക. അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗനിർണയവും തുടർ ചികിത്സയിൽ ലഭ്യമാക്കുന്ന ആരോഗ്യ വകുപ്പിൻ്റെ പദ്ധതിയാണ് അമൃതം ആരോഗ്യം പദ്ധതി. അപ്പോൾ കണക്ട് ചെയ്ത് പഠിക്കാം. ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനായിട്ട് സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പിലാക്കി വരുന്ന ബോധവൽക്കരണ പദ്ധതിയുടെ പേര് ലീപ്പ് എന്നാണ്. ലീപ്പ്. ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനായിട്ട് സംസ്ഥാനത്തെ സ്കൂളുകളിൽ നടപ്പിലാക്കി വരുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ്പ്. അപ്പോൾ അമൃതം ആരോഗ്യം പഠിച്ചതുപോലെ ലീപ്പും ഓർത്ത് വയ്ക്കുക. ഇനി പേരിനോട് സാമ്യതയുള്ള മറ്റൊരു പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത. പകർച്ചവ്യാധികൾ തടയുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത. 1 വർഷത്തേക്ക് നീണ്ട പദ്ധതിയായിരുന്നു. അങ്ങനെയാണ് അവർ തുടങ്ങിയത്. അപ്പോൾ ആരോഗ്യ ജാഗ്രത എന്താണ്? പകർച്ചവ്യാധികൾ തടയുന്നതിനായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത. അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ടത്. ജീവിതശൈലി രോഗ നിയന്ത്രണത്തിനായിട്ട് സംസ്ഥാനത്തെ സ്കൂളുകളിൽ ബോധവൽക്കരണം നടത്തുന്നു. ആ പദ്ധതിയുടെ പേരാണ് ലീപ്പ് പദ്ധതി. ആരോഗ്യ ജാഗ്രത എന്താണ്? പകർച്ചവ്യാധികൾ തടയുന്നതിനായിട്ടുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത പദ്ധതി. അടുത്തത് കനിവ് പദ്ധതിയാണ്. കനിവ് ഒറ്റപ്പെട്ട് കഴിയുന്നവർ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്ന്, ഭക്ഷണം എന്നിവ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് കനിവ് പദ്ധതി. അതുപോലെ സ്ത്രീകളുടെ മാനസിക ആരോഗ്യം, സാമൂഹ്യ ശാക്തീകരണം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായിട്ടാണ് സീതാലയം പദ്ധതി. അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. ഒറ്റപ്പെട്ട് കഴിയുന്നവർ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്ക് മരുന്ന്, ഭക്ഷണം എന്നിവ ഉറപ്പാക്കാൻ വേണ്ടിയുള്ള പദ്ധതി കനിവ് പദ്ധതി. സ്ത്രീകളുടെ മാനസികാരോഗ്യം, സാമൂഹ്യ ശാക്തീകരണം എന്നിവ ഉറപ്പുവരുത്തുന്നതിനായിട്ട് സീതാലയം പദ്ധതി. ഇനി എൻ്റെ കൂട് പദ്ധതിയാണ്. എന്താണ് എൻ്റെ കൂട് പറയുന്നത്? രാത്രിയിൽ സ്ത്രീകൾക്ക് സൗജന്യ താമസ സൗകര്യം ഒരുക്കുന്നതിനായിട്ട് തുടങ്ങിയ പദ്ധതിയാണ് എൻ്റെ കൂട്. രാത്രിയിൽ സ്ത്രീകൾക്ക് സൗജന്യ താമസ സൗകര്യം, അതാണ് എൻ്റെ കൂട് പദ്ധതി പറയുന്നത്. ഇനി വിവാ കേരള എന്താണെന്ന് നോക്കാം. പെൺകുട്ടികളിലും സ്ത്രീകളിലും അനീമിയ കണ്ടെത്തുകയും അതിനാവശ്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് വിവാ കേരള. 15 വയസ്സ് മുതൽ 59 വയസ്സിനിടയിലുള്ള പെൺകുട്ടികളിലെയും സ്ത്രീകളിലെയും അനീമിയ കണ്ടെത്തുകയും ആവശ്യമായ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് വിവ കേരള. വിവ എന്ന് പറഞ്ഞാൽ വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് എന്നാണ് കേട്ടോ. അപ്പോൾ വിവ എന്നുള്ളത് കൊണ്ട് ആ ഒരു അർത്ഥം ഉദ്ദേശിച്ച് അനീമിയ ആയിട്ട് കണക്ട് ചെയ്യാം. വിവ വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക്, അനീമിയയാണ് ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന് ഓർത്തിരിക്കാം. ഇനി കേരള സഹായ ഹസ്തമാണ്. സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പയും അതുപോലെ സ്വയം തൊഴിൽ ചെയ്യുന്നതിനായിട്ട് ധനസഹായവും നൽകുന്ന പദ്ധതിയാണ് കേരള സഹായ ഹസ്തം. സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പ നൽകുക, അതുപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിധവകൾക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നതിനായി ധനസഹായം നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടി കൊണ്ടുവന്ന പദ്ധതിയാണ് കേരള സഹായ ഹസ്തം. അപ്പോൾ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എൻ്റെ കൂട്, വിവാ കേരള, കേരള സഹായ ഹസ്തം. അടുത്തത് വളരെ എളുപ്പമായിട്ടുള്ളൊരു പദ്ധതിയാണ് മൃതസഞ്ജീവനി. നമ്മൾ പലയിടങ്ങളിലായിട്ട് കേട്ടിട്ടുണ്ടാകുന്ന ഒരു പദ്ധതിയാണ്. അതുപോലെ കുറച്ച് പേർക്കെങ്കിലും മൃതസഞ്ജീവനി എന്ന് കേൾക്കുമ്പോൾ ലാലേട്ടനെ ഓർമ്മ വന്നിട്ടുണ്ടാവും അല്ലേ? അദ്ദേഹമാണ് മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ. മോഹൻലാലാണ് മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ. അപ്പോൾ എന്താണ് മൃതസഞ്ജീവനി പദ്ധതി? സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടത്തുന്ന സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. മലയാളത്തിലൊരു പടമില്ലേ ജോസഫ്, ആ സിനിമയിൽ മൃതസഞ്ജീവനി പദ്ധതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഓർമ്മ വന്നോ? അപ്പോൾ അതങ്ങനെ ഓർത്ത് വെക്കുക. മൃതസഞ്ജീവനി പദ്ധതി സമ്പൂർണ്ണ അവയവദാന പദ്ധതിയാണ് കേട്ടോ.
എന്നാൽ കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് സുകൃതം എന്നാണ്. അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ മമ്മൂട്ടിയാണ്. അപ്പോൾ അത് കണക്ട് ചെയ്ത് പഠിക്കുക. കേരള സർക്കാരിൻ്റെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുകൃതം, അതിൻ്റെ ബ്രാൻഡ് അംബാസഡർ മമ്മൂട്ടിയാണ്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ മോഹൻലാലും സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസഡർ മമ്മൂട്ടിയുമാണ്. ഇനി കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് രൂപീകരിച്ച സമഗ്ര രക്തദാന പദ്ധതിയാണ് ജീവദായിനി. എന്താണ് ജീവദായിനി പദ്ധതി? സംസ്ഥാന യുവജന ക്ഷേമ ബോർഡ് രൂപീകരിച്ച സമഗ്ര രക്തദാന പദ്ധതിയാണ് ജീവദായിനി. അങ്ങനെയാണെങ്കിൽ എന്താണ് സമാശ്വാസം പദ്ധതി? വൃക്ക തകരാർ മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന BPL രോഗികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം. സമാശ്വാസം പദ്ധതി പറയുന്നത് വൃക്ക തകരാർ മൂലം ഡയാലിസിസിന് വിധേയരാകുന്ന BPL രോഗികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? മൃതസഞ്ജീവനി അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി, ബ്രാൻഡ് അംബാസഡർ മോഹൻലാലാണ്. അതുപോലെ സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി സുകൃതമാണ്, ബ്രാൻഡ് അംബാസഡർ ആരാണ്? മമ്മൂട്ടിയാണ്. അതുപോലെ ജീവദായിനി പദ്ധതി എന്താണ്? രക്തദാന പദ്ധതിയാണ് ജീവദായിനി പദ്ധതി. സമാശ്വാസമോ? ഡയാലിസിസിന് വിധേയരാകുന്നവർക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതി. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച രണ്ടാമത്തെ സെറ്റിൽ വരുന്ന പദ്ധതികളുടെ റിവിഷൻ ചെയ്യാനായിട്ടുള്ള സമയമാണ്. എന്തൊക്കെയാണ്? നമുക്ക് ഈ പേര് നോക്കിയിട്ട് ഈ പദ്ധതികൾ ഓർമ്മ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. ഇൻസൈറ്റ് പദ്ധതി, ഒന്നാമത്തത് ഇൻസൈറ്റ് പദ്ധതിയാണ്. ഇൻസൈറ്റ് എന്ന് പറയുമ്പോൾ എന്തോർക്കാനാണ് പറഞ്ഞത്? ഉൾക്കാഴ്ച അല്ലേ? ഉൾക്കാഴ്ച. ഭിന്നശേഷിക്കാരുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇൻസൈറ്റ് കേരള പദ്ധതി. കാഴ്ച വൈകല്യമുള്ളവരെ മുഖ്യധാരയിലേക്ക് നയിക്കുന്നതിനും വിഭിന്ന ശേഷിയുള്ളവരുടെ തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് ഇൻസൈറ്റ് കേരള പദ്ധതി. എന്താണ് അനുയാത്ര? കേരളത്തെ ഭിന്നശേഷി സൗഹാർദ്ദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര പദ്ധതി. ഇതിനോടൊപ്പം ചേർന്ന് പഠിക്കാൻ പറഞ്ഞ പദ്ധതിയായിരുന്നു പരിരക്ഷ. എന്താണ് പരിരക്ഷ? ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ഘട്ടത്തിൽ സഹായം എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് പരിരക്ഷ. അപ്പോൾ സ്പെക്ട്രമോ? സ്പെക്ട്രം എന്ന് പറയുമ്പോൾ തന്നെ ഓട്ടിസം ആലോചിക്കുക. ഓട്ടിസം ബാധിച്ച കുട്ടികൾക്ക് വേണ്ടിയുള്ള പദ്ധതിയാണ് സ്പെക്ട്രം പദ്ധതി. ഇനി മെഡിസെപ്പ്. എന്താണ് മെഡിസെപ്പ്? ഒരുപാട് കേട്ടിട്ടുള്ള പദ്ധതിയാണ് മെഡിസെപ്പ്. കേരള ഗവൺമെൻറ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും നടപ്പിലാക്കിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് മെഡിസെപ്പ്. അപ്പോൾ ആവാസ് ഇൻഷുറൻസ് എന്തായിരുന്നു? ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് അപകട മരണ ഇൻഷുറൻസ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആവാസ് ഇൻഷുറൻസ്. ഇനി സ്പാർക്ക് കൂടെ പറയാനുണ്ട്. സർക്കാർ ജീവനക്കാരുടെ ശമ്പള സേവന വിവരങ്ങൾ ഉൾപ്പെടുന്ന ആപ്ലിക്കേഷൻ്റെ പേരാണ് സ്പാർക്ക്. അമൃതം ആരോഗ്യം എന്താണ്? ജീവിതശൈലി രോഗങ്ങൾ എന്ന് ആലോചിക്കാൻ പറഞ്ഞല്ലേ. അമൃതം ആരോഗ്യം എന്ന് പറയുമ്പോൾ തന്നെ അമൃതം ആരോഗ്യം ജീവിതശൈലി എന്ന് ആലോചിക്കുക. ജീവിതശൈലി രോഗങ്ങൾക്ക് സൗജന്യ രോഗനിർണയവും അതിൻ്റെ തുടർ ചികിത്സയും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം പദ്ധതി. അപ്പോൾ ലീപ്പ് എന്തായിരുന്നു? ജീവിതശൈലി രോഗ നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പദ്ധതിയാണ് ലീപ്പ് പദ്ധതി. ആരോഗ്യ ജാഗ്രതയോ? പകർച്ചവ്യാധികൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് കേട്ടോ. ആരോഗ്യ ജാഗ്രത, ജാഗരൂകരായിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ആരോഗ്യ ജാഗ്രത. കനിവ് എന്തായിരുന്നു? ഒറ്റപ്പെട്ട് കഴിയുന്നവർ, തീവ്ര മാനസിക രോഗികൾ എന്നിവർക്കുള്ള മരുന്ന്, ഭക്ഷണം എന്നിവ ഉറപ്പാക്കാനായിട്ടുള്ള പദ്ധതിയാണ് കനിവ്. സ്ത്രീകളുടെ മാനസികാരോഗ്യം, സാമൂഹിക ശാക്തീകരണം എന്നിവ ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതിയാണ് സീതാലയം. ഓക്കെ. അപ്പോൾ എന്തായിരുന്നു എൻ്റെ കൂട്? രാത്രിയിൽ സ്ത്രീകൾക്ക് സൗജന്യ താമസ സൗകര്യം ഒരുക്കുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് എൻ്റെ കൂട് പദ്ധതി. വിവ എന്തായിരുന്നു? വിവ വിളർച്ചയിൽ നിന്നും വളർച്ചയിലേക്ക്, അനീമിയായിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നല്ലേ. പെൺകുട്ടികളിലും സ്ത്രീകളിലും കാണപ്പെടുന്ന അനീമിയ കണ്ടെത്തി ആവശ്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് വിവ കേരള. അടുത്തത് കേരള സഹായ ഹസ്തം. ഒരു കൈ സഹായം എന്നൊക്കെ ആലോചിച്ചാൽ മതി. സ്ത്രീകളുടെ സ്വയം സഹായ സംഘങ്ങൾക്ക് പലിശരഹിത വായ്പ, അതുപോലെ സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കുള്ള ധനസഹായ പദ്ധതി. എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ടായിരിക്കുന്നു വിശ്വസിക്കുന്നു. അടുത്തത് മൃതസഞ്ജീവനിയാണ്. മൃതസഞ്ജീവനി എന്ന് പറയുമ്പോൾ ലാലേട്ടനെ ഓർക്കുക. അവയവദാന പദ്ധതിയാണ് മൃതസഞ്ജീവനി. സുകൃതം പദ്ധതി എന്തായിരുന്നു? ക്യാൻസർ ചികിത്സാ പദ്ധതി. ആരാണ് ബ്രാൻഡ് അംബാസഡർ? മമ്മൂട്ടിയാണ് ബ്രാൻഡ് അംബാസഡർ. ഇനി ജീവദായിനി പദ്ധതിയാണ്. രക്തദാന പദ്ധതിയാണ് ജീവദായിനി. രക്തദാനം ജീവദായിനി. സമാശ്വാസം പദ്ധതി. ഡയാലിസിസിന് വിധേയരാകുന്ന
BPL രോഗികൾക്കുള്ള പ്രതിമാസ ധനസഹായമാണ് സമാശ്വാസം പദ്ധതി. ഇത്രയും ഓക്കെ അല്ലേ? അപ്പോൾ ഇതുവരെയുള്ള ഭാഗം കൃത്യമായി ഓർത്തിരിക്കുക, കൃത്യമായി പഠിക്കുക. ഈ സ്ലൈഡുകൾ വെച്ച് തന്നെ ഓർമ്മ പുതുക്കിക്കൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ അതുവരെ എല്ലാവർക്കും നന്നായി പഠിക്കാനുള്ള ആശംസകൾ നേരുകയാണ്. താങ്ക് യു സോ മച്ച്.